my waking back in black and started saying recipes to one scholar. I said don't eat blowing smoke, she gets me light a fire like a north side. ചിക്കൻ കട്ട്ലേറ്റിന് ആവശ്യമായ സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള. ചിക്കൻ നാടൻ കോഴിയുടെ ഇറച്ചിയാണ്. ഇതിൻ്റെ അകത്ത് പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് ഇത് കുക്കറിലിട്ട് വേവിക്കണം. നമുക്കപ്പോൾ സവാള ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇത് നമുക്ക് ഇളക്കാം കേട്ടോ. ഇത് നമുക്ക് വാട്ടിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും. നമുക്കപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ മസാലയുടെ അകത്ത് ചേർത്ത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല 1 സ്പൂൺ. അധികം നമുക്ക് ഇടണ്ട ചിക്കൻ മസാല. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടപ്പോൾ ചിക്കൻ മസാലയൊക്കെ ഇട്ടതാണ്, അതുകൊണ്ട് നമുക്കിപ്പോൾ ഇടണ്ട. അധികം ഇടണ്ട, കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇത് ഞങ്ങൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞങ്ങളപ്പോൾ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളമുണ്ട്, അതുകൊണ്ട് നമുക്ക് റസ്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കടയിൽ നിന്ന് പൊടിച്ച് തന്ന റസ്ക് പൊടിയാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. റസ്ക് പൊടി നമുക്ക് കൈ കൊണ്ട് ഇതാക്കി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ അകത്തോട്ട് പിടിക്കൂല. ഇതേപോലെ ചെറിയ ഉരുളകളായി പ്ലേറ്റിൻ്റെ അകത്തോട്ട് വെക്കുക. 2 കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്, റസ്ക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞങ്ങൾ രണ്ടും വെവ്വേറെയായിട്ടല്ല എടുക്കുന്നത്, മഞ്ഞയും വെള്ളയും ഒരുമിച്ചാണ് എടുക്കുന്നത്. ഞങ്ങൾ ഇച്ചിരി മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വറുത്തെടുക്കാനുള്ള അത്രയും എണ്ണ വേണം. ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കണം. നമുക്ക് ഒരു ഓവൽ ഷേപ്പ് പോലെ ഉണ്ടാക്കണം. അതേപോലെ എല്ലാം ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് മൈദപ്പൊടീൻ്റെ അകത്തോട്ട് ഇത് മുക്കി വെക്കാം. ഇത് ഫുള്ള് ഇതാവണം. അപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ലൈറ്റായിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കോഴിമുട്ടേൻ്റെ അകത്തോട്ട് മുക്കാനുള്ളതാണ്. നമുക്കിത് കോഴിമുട്ടേൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് റസ്ക് പൊടീൻ്റെ അകത്തോട്ട് ഇടാം. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ.
ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതേപോലെ എല്ലാം ഉണ്ടാക്കട്ടെ. ഈ തക്കാളി കൊണ്ട് ഞാനിന്ന് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തക്കാളി അരിഞ്ഞിടാം സോസിന് വേണ്ടി. എന്നിട്ടിത് മിക്സീൻ്റെ അകത്തിട്ട് ഗ്രൈൻഡ് ചെയ്യാം. ഞാനപ്പോൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി. ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ ഞാനൊരു തക്കാളി എടുത്തേക്കണോണ്ടാണ് 1 ഗ്രാമ്പുവും 2 പട്ടയും. അപ്പം ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. ഹീറ്റ് ചെയ്തെടുക്കാം. നമുക്കപ്പോൾ ഇത് അരിച്ചിടാം കേട്ടോ. ഞാനപ്പോൾ ഇത് അരിച്ചിടുകയാണ്. നമ്മുടെ സോസ് താഴ്ത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കാശ്മീർ ചില്ലി ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി, ഒരു കളർ കിട്ടാനാണ്. ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസും കട്ട്ലേറ്റും റെഡി. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസും കട്ട്ലേറ്റും. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്ത് ഇറച്ചിയൊക്കെ ഉണ്ട്, ഇഞ്ചിയും ഇറച്ചിയൊക്കെ ഉണ്ട്. ടൊമാറ്റോ സോസിൽ മുക്കി തിന്നാം. നല്ല രസമുണ്ട്. ഈ ടൊമാറ്റോ സോസിന് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കുറച്ചിട്ടാട്ടാ. ഞങ്ങൾക്ക് മധുരം ഇഷ്ടമല്ല. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ കൊണ്ട് അമർത്തണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.